എന്ന് കേൾക്കുമ്പോൾ പിരമിഡ് എന്ന ഒറ്റ സംഭവമാണ് നമ്മളുടെ മിക്കവരുടെ മനസ്സിൽ വരുന്നത് അല്ലെ. അവിടെ ആക്ച്വലി പിരമിഡ് മാത്രമല്ല കേട്ടോ ഉള്ളത്, അതുക്കും മേലെ വേറെ ഒരു വൈബാണ് അവിടെ. സോ ഈജിപ്റ്റ് നിങ്ങളുടെ ബക്കറ്റ് ലിസ്റ്റിൽ ഉണ്ടെങ്കിൽ കൈറോ, ചിസ, ലക്സർ, ഹർഗാഡ, അലക്സാൻഡ്രിയ എന്നീ പ്ലേസസ് അടങ്ങുന്ന ഒരു അടിപൊളി 10 ഇറ്റിനറി ഞങ്ങൾ ഇവിടെ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാം. വണക്കം, നമസ്കാർ, വന്ദനം. ദിസ് ഈസ് കപ്പിലോക്ക്. ഫസ്റ്റ് ഞങ്ങൾ കൈറോ ഇന്റർനാഷണൽ എയർപോർട്ടിലാണ് ലാൻഡ് ചെയ്തത്. അവിടുന്ന് നേരെ ചിസയിൽ ബുക്ക് ചെയ്ത ഹോട്ടലിലേക്ക് ചെക്ക് ഇൻ ചെയ്തു. എന്നിട്ട് ഫുൾ ചിസ ടൗൺ ആൻഡ് അവിടുത്തെ ഫുഡ് ആൻഡ് സ്ട്രീറ്റ്സ് എക്സ്പ്ലോർ ചെയ്തു. സെക്കൻഡ് ഡേ എല്ലാവരുടെയും ചൈൽഡ്ഹുഡ് സ്വപ്നങ്ങളിൽ ഒന്നായ ദി ഗ്രേറ്റ് പിരമിഡ് കാണാൻ പോയി. അവിടുത്തെ 3 മെയിൻ പിരമിഡ്സ്, സ്ഫിങ്സ് എല്ലാം കണ്ടു. എല്ലാം വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ. ആൻഷ്യൻ ടൈമിലേക്ക് പോയ പോലെ തോന്നി. ഫൈനലി ഞങ്ങൾ ജിസയിലുള്ള ഗ്രാൻഡ് ഈജിപ്ഷ്യൻ മ്യൂസിയം കാണാൻ പോയി. ഡേ 3 ഞങ്ങൾ കൈറോയിലേക്കാണ് പോയത്. അവിടെയുള്ള നാഷണൽ മ്യൂസിയം ഓഫ് ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ, സെലാജിൻ സിറ്റഡൽ, ദി ഈജിപ്ഷ്യൻ മ്യൂസിയം ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴേക്കും നൈറ്റ് ആയി. അന്ന് നൈറ്റ് തന്നെ ലെക്ചറിലേക്ക് ബസ് കയറി. അങ്ങനെ 4th ഡേ രാവിലെ ആയപ്പോഴേക്കും ഞങ്ങൾ ലെക്ചർ എത്തി. കുറച്ച് റെസ്റ്റ് ഒക്കെ എടുത്ത് ലഞ്ചൊക്കെ കഴിച്ച് ഈവനിംഗ് ആയപ്പോഴേക്കും ഈസ്റ്റ് ബാങ്ക് കോർണിഷ് എക്സ്പ്ലോർ ചെയ്യാൻ പോയി. എന്നിട്ട് നൈൽ റിവർ സൈഡിലുള്ള ഒരു നൈസ് കഫേയിൽ അങ്ങനെ റിലാക്സ്ഡ് ആയി. ഡേ 5 ഫുള്ളി പാക്ഡ് ആയിരുന്നു കേട്ടോ. ഏർലി മോർണിംഗ് തന്നെ വേൾഡ് ഫേമസ് ആയ ഹോട്ട് എയർ ബലൂൺ റൈഡിന് പോയി. ഇറ്റ് വാസ് വൺ ഓഫ് എ ലൈഫ് ടൈം എക്സ്പീരിയൻസ്, പറയാതിരിക്കാൻ പറ്റില്ല. നെക്സ്റ്റ് വെസ്റ്റ് ബാങ്കിലുള്ള വാലി ഓഫ് കിങ്സ്, ഹറ്റ്ഷെപ്സുട്ട് ടെമ്പിൾ, ഹാബു ടെമ്പിൾ, അത് കഴിഞ്ഞ് ഈസ്റ്റ് ബാങ്കിലുള്ള കർണക് ടെമ്പിൾ, ലക്സർ ടെമ്പിൾ ഇതെല്ലാം എക്സ്പ്ലോർ ആക്കി. സൂപ്പർ ടയർഡ് ആയിരുന്നു കേട്ടോ, ബട്ട് ഇറ്റ് വാസ് ടോട്ടലി വർത്ത് ഇറ്റ്. ഡേ 6 ഞങ്ങൾ മോർണിംഗ് തന്നെ ഹർഗാഡയിലേക്ക് ബസ് കയറി. ഉച്ച കഴിഞ്ഞാണ് അവിടെ എത്തിയത്. അന്ന് ഫുൾ ഈവനിംഗ് ഹർഗാഡ മരീനയിൽ സ്പെൻഡ് ചെയ്തു. ഈ ഒരു ട്രിപ്പിൽ ഞങ്ങളുടെ പല ബക്കറ്റ് ലിസ്റ്റ് ഐറ്റംസും ചെക്ക് ആയ ഒരു ട്രിപ്പ് കൂടി ആയിരുന്നു കേട്ടോ. അതിലൊന്നായിരുന്നു ഡെസേർട്ട് സഫാരി. ഡേ 7 അങ്ങനെയാണ് പോയത്. ATV ബൈക്സ്, ബഗ്ഗി റൈഡ്സ് ആൻഡ് ലൈഫിൽ ഫസ്റ്റ് ടൈം ഇതെല്ലാം ഓടിക്കാനും പറ്റി. ഇറ്റ് വാസ് എ മെമ്മോറബിൾ ഡേ. അങ്ങനെ നൈറ്റിൽ അവരുടെ കൾച്ചറൽ പെർഫോമൻസ് ആൻഡ് ഡിന്നർ കൂടി ഇൻക്ലൂഡഡ് ആയിരുന്നു. ദി ഡേ എൻഡഡ് ബ്യൂട്ടിഫുൾ. ഡേ 8 ഞങ്ങൾ ഓറഞ്ച് ബേ ഐലൻഡിലേക്കാണ് പോയത്. അതും ഒരു സൂപ്പർ യാട്ടിൽ സ്നോക്ലിംഗ്, പാരാസൈലിംഗ് ഇതെല്ലാം ഇൻക്ലൂഡഡ് ആയിരുന്നു കേട്ടോ. ആൻഡ് ദ ഐലൻഡ് വാസ് എ കിടുക്കാച്ചനം. ഇതും ഒരു അടിപൊളി ഡേ ആയിട്ട് പോയി. അന്ന് രാത്രി തന്നെ അലക്സാൻഡ്രിയയിലേക്ക് ബസ് കയറി. ഡേ 9 ഏർലി മോർണിംഗ് തന്നെ നമ്മൾ അവിടെ എത്തിയിട്ടോ. അവിടുത്തെ ഫേമസ് ടൂറിസ്റ്റ് അട്രാക്ഷൻസ് ആയ കാറ്റകോംസ്, കെയ്പ്ലേ സിറ്റഡൽ, ആൻഷ്യൻ റോമൻ തിയേറ്റർ ഇതെല്ലാം എക്സ്പ്ലോർ ചെയ്തു. ഒരു ബ്യൂട്ടിഫുൾ സിറ്റി തന്നെയായിരുന്നു അലക്സാൻഡ്രിയ. ഫൈനലി ഡേ 10 തിരിച്ച് കൈറോയിലെത്തി. അവിടുത്തെ ലോക്കൽ മാർക്കറ്റ്സ് എല്ലാം എക്സ്പ്ലോർ ചെയ്തു. സോവനീർസ് ഒക്കെ വാങ്ങിച്ചു. വി ഹാഡ് ബാക്ക് ടു ഹോം ഫ്രം കൈറോ ഇന്റർനാഷണൽ എയർപോർട്ട്. 10 days അങ്ങനെ മോസ്റ്റ് മെമ്മോറബിൾ വെക്കേഷൻ ആയിട്ടാണ് എൻഡ് ആയത്. ഇതാണ് ഞങ്ങളുടെ 10 days itinerary. Hope this helps. Bye and take care.